ഞാൻ സ്റ്റാർ വിനിറ്റി തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിലെ വിദ്യാർത്ഥിയാണ്. പ്രൊഫസർ വി.എസ്. മല്ലാർ ലീഗൽ എയ്ഡ് കോമ്പറ്റീഷൻ്റെ 3ാം പതിപ്പിൽ ലീഗൽ എയ്ഡ് പോഡ്കാസ്റ്റാണ് ഇന്നിവിടെ നടക്കുന്നത്. വിശിഷ്ട അതിഥികളായി എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ സതീഷ് പി.കെ. സാർ, അസിസ്റ്റൻറ്റ് എക്സൈസ് കമ്മീഷണർ ആൻഡ് വിമുക്തി മാനേജർ. അതുപോലെ തന്നെ ശ്രീ വിനുകുമാർ സാർ, CI എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിവിഷൻ മാനേജർ തൃശ്ശൂർ. രണ്ടുപേരെയും കോളേജിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. എത്രത്തോളം ഗുരുതരമാണ് ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഉയർത്തുന്ന വെല്ലുവിളി? 2023 കണക്കെടുത്ത് പറയുകയാണെങ്കിൽ കേരളത്തിൽ എക്സൈസും പോലീസും കൂടെ ഏകദേശം 7000-ലധികം മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത്രയും തന്നെ ആളുകളെ വിവിധ മയക്കുമരുന്ന് കേസുകളായിട്ട് എക്സൈസും പോലീസും കൂടെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷ കാലയളവിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ എണ്ണത്തിൻ്റെ തോത് വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് 22-ൽ 5000 ആയിരുന്നുവെങ്കിൽ 25-ൽ 1000-ന് താഴെ നിന്ന ആ എണ്ണമാണിപ്പോൾ 7000-ലേക്ക് അടുത്ത് 2023 കൂടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ ഏകദേശം 40 ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവരുടെ ഉപയോഗവും കേരളത്തിൻ്റെ കണക്കിലാണ് വരുന്നത്. നല്ലൊരു ശതമാനം അന്യസംസ്ഥാന തൊഴിലാളികളും ഇത്തരം ലഹരി വസ്തുക്കൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. സത്യത്തിൽ അവരുടെ വരവോട് കൂടിയിട്ടാണ് ഈ ഹാൻസ്, പാൻ മസാല, കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് വൻതോതിൽ വരുന്നത്. ട്രെയിൻ മാർഗമാണ് പ്രധാനമായിട്ടും അതിൻ്റെ ഒഴുക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വിശദമായിട്ടുള്ള സ്റ്റഡി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ലഹരി നിർമ്മാർജ്ജനം ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത തലമുറയെ എങ്കിലും ലഹരി ഇല്ലാത്തൊരു നവകേരളം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് 2016 കേരള ഗവൺമെൻറ് വിമുക്തി മിഷൻ എന്നൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ വിജയകരമായ രീതിയിൽ 14 ജില്ലകളിലും ഈ പ്രവർത്തനം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ NDPS പോലെയുള്ള വിവിധ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ സാധാരണക്കാർക്ക് അറിയേണ്ട രീതിയിലുള്ള നിയമവശങ്ങൾ ഏതെല്ലാമാണ്? അല്ലെങ്കിൽ ലഹരിയുമായി ഒരു വ്യക്തി പിടിക്കപ്പെടുമ്പോഴോ, ഇല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിൽ അല്ലെങ്കിൽ ഒരെണ്ണത്തിലോ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോഴോ അത്തരത്തിലുള്ള ലഹരി സംബന്ധമായ നിയമങ്ങൾ ഏതെല്ലാമാണ്? ഇപ്പോൾ പ്രധാനമായിട്ടും വിമുക്തി മിഷൻ്റെ കീഴിൽ കേരളത്തിലുടനീളം ജനങ്ങൾക്ക്, പബ്ലിക്കിന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ലഹരി നിയമങ്ങളെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നൽകുന്നതിന് ഗവൺമെൻറ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസും പോലീസും വ്യാപകമായിട്ട് നിയമ അവബോധന ക്ലാസ്സുകൾ വ്യാപകമായിട്ട് കോളേജുകളിലും സ്കൂളുകളിലും PTA മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിലും ക്ലബ്ബുകളുടെ ഇടയിലും റെസിഡൻസ് അസോസിയേഷനിൽ വരെ ഈ ക്ലാസ്സുകൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ കേരളത്തിലെ പബ്ലിക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, ഇത്തരം കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതികൾ, പ്രത്യേകിച്ച് യുവജനങ്ങളും വിദ്യാർത്ഥികളും നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ലഹരി നിയമങ്ങളുടെ ABCD അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. നമ്മുടെ രാജ്യത്ത് 350-ലധികം വിവിധ നിയമങ്ങളുണ്ട്. അതിലേറ്റവും പവർഫുള്ളായിട്ടുള്ള, ശക്തിവത്തായിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ മയക്കുമരുന്ന് നിരോധന നിയമം 1985. ഇംഗ്ലീഷിൽ അതിന് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്ട് 1985 എന്നാണ് പറയുക. ഇന്ത്യൻ പാർലമെൻറ്റിൽ 85-ൽ പാസ്സാക്കിയെടുത്ത നിയമമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഹോൾ ഇന്ത്യ ഇതിലെ പ്രൊസീജിയറും പണിഷ്മെൻറ്റും സെയിമാണ്. മറ്റ് നിയമങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ നിയമം വളരെ ശക്തിവത്താണെന്ന് പറയാൻ കാരണം 1 വർഷം മുതൽ 40 വർഷം വരെയാണ് ഇതിൽ ശിക്ഷ പറയുന്നത്. ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയപ്പെടുന്നത് അളവ് കൂടുന്തോറും ശിക്ഷ കൂടും, അളവ് കുറയും തോറും ശിക്ഷ കുറയും എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഒരു പോരായ്മ. ഉദാഹരണത്തിന് MDMA എന്ന് പറയുന്ന വളരെ വ്യാപകമായിട്ടിന്ന് കേരളത്തിൽ കണ്ടുവരുന്ന, പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഒരു പ്രധാന അട്രാക്റ്റീവ് സിന്തറ്റിക് ഡ്രഗ് എന്ന് പറയുന്നത് MDMA എന്ന് പറയുന്ന ഒരു മാരകമായ ലഹരി വസ്തുവാണ്. മെത്തിലിൻ ഡയോക്സി മെത്താഫിറ്റാമിൻ എന്ന് പറയുന്ന ഈ സിന്തറ്റിക് ഡ്രഗ് 1/2 ഗ്രാം വരെ കൈവശം വെച്ചാൽ ഈ നിയമപ്രകാരം 1 വർഷം ശിക്ഷയും 10,000 രൂപ പിഴയും. 1/2 ഗ്രാം മുതൽ 10 ഗ്രാം വരെ കൈവശം വെച്ചാൽ 10 വർഷം ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും. 10 ഗ്രാമിൽ കൂടിയ 20 വർഷം ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയുമാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ മയക്കുമരുന്നിനും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്ന 300-ലധികം മയക്കുമരുന്നിനും ഈ രീതിയിലുള്ള ചെറിയ അളവ്, വലിയ അളവ് എന്നുള്ള കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ നൽകുന്നത്.
അതുപോലെ തന്നെ ഈ കുറ്റം ആവർത്തിക്കുന്നവർക്ക് വധശിക്ഷ വരെ നൽകാൻ ഈ നിയമത്തിലെ സെക്ഷൻ 31 ക്യാപിറ്റൽ എ കോടതികളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മയക്കുമരുന്ന് കേസിൽ വലിയ അളവിൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്ന പ്രതികളുടെ അവരുടെ ബന്ധുക്കൾ, രക്ഷിതാക്കൾ, ഭാര്യ, മക്കൾ, അടുത്ത ബന്ധുക്കൾ എന്നിവരുടെ പേരിലുള്ള മുഴുവൻ സ്വത്തുവകകളും സർക്കാരിലേക്ക് കണ്ടുകെട്ടാനും ഫ്രീസ് ചെയ്യാനും ഈ നിയമത്തിലെ 68 ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കോടതികളോടും ഈ കേസ് അന്വേഷിക്കുന്ന പോലീസിനോടും എക്സൈസിനോടും ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ സ്വത്ത് കണ്ടുകെട്ടുക എന്ന് പറയുന്നത് ഈ വ്യക്തി ഈ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം കൈവശപ്പെടുത്തിയത് ഈ മയക്കുമരുന്ന് വിൽപ്പനയോട് ലഭിച്ച തുക അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ടാണ് എന്ന് കണക്കാക്കിയിട്ടല്ലേ സ്വത്തെല്ലാം കണ്ടുകെട്ടുന്നത്? അതെ, അങ്ങനെ ഒരു വകുപ്പുണ്ട് ഇതിൽ. കാരണം ഈ പ്രതി അറസ്റ്റ് ചെയ്ത പുറകോട്ട് 6 വർഷം ഇയാൾ നേടിയിട്ടുള്ള ഇയാളുടെ പേരിലുള്ള ഇയാളുടെ ഭാര്യ, ഇയാളുടെ അച്ഛൻ, അമ്മ, മക്കൾ എന്നിവയുടെ പേരിലുള്ള സ്വത്തുവകകൾ എന്തെല്ലാം ആർജിച്ചിട്ടുണ്ടോ അത് ഈ മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയാണ് ആർജിച്ചത്, ഉണ്ടാക്കിയത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോ കോടതിക്കോ ബോധ്യം വരികയാണെങ്കിലാണ് ഈ പറഞ്ഞിട്ടുള്ള ഫ്രീസിംഗ്. ഇപ്പോൾ NDPS ആക്ട് തന്നെ അനേകം തവണ ഭേദഗതികൾ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായി 2021 നടത്തിയൊരു ഭേദഗതി, അന്ന് ഇത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ചെറിയ തോതിൽ ലഹരി പദാർത്ഥങ്ങൾ കയ്യിൽ സൂക്ഷിക്കുന്നവർ അവർ അതിന് ഇരകളാണ്, ഒരിക്കലും അവർ കുറ്റവാളികളായി കാണരുത് എന്ന രീതിയിൽ ഒരു നൂതന ആശയം, ഒരു ആധുനിക സമൂഹത്തിന് ചേരുന്ന രീതിയിൽ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെങ്ങനെയാണ് യൂത്തിനും വിദ്യാർത്ഥികൾക്കും രക്ഷപ്പെടാനുള്ള ഒരു പഴുത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ 2021 സുപ്രീം കോടതിയുടെ വിഖ്യാതമായ ആ വിധിയെ നമുക്ക് വ്യാഖ്യാനിക്കാമെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായിട്ടും എക്സൈസും പോലീസും പിടിക്കപ്പെടുന്ന 25 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളോ വിദ്യാർത്ഥികളോ യുവജനങ്ങളോ ആണെങ്കിൽ അവർ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ ട്രീറ്റ്മെൻറ്റിന് പോവുകയും ഒരു നല്ലൊരു ഡോക്ടറുടെ കീഴിൽ ട്രീറ്റ്മെൻറ്റ് നേടി ആ വ്യക്തി അല്ലെങ്കിൽ ആ കുട്ടി, ആ വിദ്യാർത്ഥി ഇപ്പോൾ ലഹരി ആസക്തി ഇല്ലാത്ത നല്ല ജീവിതം നയിക്കുന്നു എന്നൊരു സർട്ടിഫിക്കറ്റ് ആ കുട്ടി കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ ആ FIR ക്യാൻസലാവും എന്നുള്ള രീതിയിൽ അവർക്ക് ചെറിയൊരു ഇളവ് ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിലൂടെ, കൗൺസിലിങ്ങിലൂടെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാനൊരു അവസരം ഈ നിയമം ഇത്തരം ചെറിയ അളവിൽ പിടിക്കപ്പെടുന്ന ചെറിയ കൺസംഷൻ കേസുകളിൽ പെടുന്ന കുഞ്ഞുങ്ങൾക്ക് നിയമം അനുവദിക്കുന്നു. വിനു സാർ, ഇപ്പോൾ സതീഷ് സാർ പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ഇന്ത്യ ഒട്ടാകെ ഉള്ള NDPS ആക്ടിനെ പറ്റി കുറിച്ചിട്ട്. കേരളത്തിന് തനതായ ചില നിയമങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ടുണ്ട്, കേരള അബ്കാരി ആക്ട് പോലെ. എന്നാൽ സാധാരണക്കാരായ പല ജനങ്ങൾക്കും ഇതിലിന്നും അവ്യക്തതയും കൃത്യമായി ഈ ആക്ടിനെ പറ്റി അറിയാത്തവരുണ്ട്. ആ ഗണത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. കേരള അബ്കാരി ആക്ട് നമ്മൾ കരുതുന്ന രീതിയിൽ ജനങ്ങൾക്ക് അതിനെപ്പറ്റി ധാരണയുണ്ട്. അബ്കാരി ആക്ട് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സ്പിരിറ്റ്, അതായത് നമ്മുടെ ഇപ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു ലഹരി വസ്തുക്കളുടെ സ്പിരിറ്റ് തുടങ്ങിയ മറ്റുള്ള ഇപ്രകാരമുള്ള സാധനങ്ങൾ കലർന്നു വന്നിട്ടുള്ള വസ്തുക്കളുടെയൊക്കെ ഉൽപ്പാദന, ഉപഭോഗം, വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ IMFL, കള്ള്, അറാക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അതായത് ഈ ആൽക്കഹോൾ കണ്ടന്റുള്ള വസ്തുക്കളെന്ന് പറയാം, ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉൽപ്പാദന, ഉപഭോഗം, വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അബ്കാരി ആക്ട് കൈകാര്യം ചെയ്യുന്നത്. ഈ അബ്കാരി ആക്ട് കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ അതിനകത്ത് പല സെക്ഷൻസിലും കുറ്റകൃത്യങ്ങളായ വേരിയേഷൻസ് അനുസരിച്ച് പണിഷ്മെൻറ്റും വ്യത്യസ്തമാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ IMFL ഉണ്ട്. IMFL കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ മെയ്ഡ് ലിക്കറുണ്ട്, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്, ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത്, മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന മദ്യം നമ്മുടെ IMFLനോട് തുല്യമായിട്ട് പലപ്പോഴും കണക്കാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും വിദ്യാഭ്യാസ സമ്പന്നർ പോലും ഇതിലേക്ക് അകപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ വിതരണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിൽ ഡ്യൂട്ടി പേ ചെയ്ത് ഇവിടെ വിൽപ്പന നടത്തുന്ന മദ്യത്തിന് മാത്രമാണ് നിയമാനുസൃതമായി ഇവിടെ ഉപയോഗിക്കാൻ അധികാരമുള്ളത്. അപ്പോൾ അതുമാത്രമാണ് നിയമം അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മുടെ അതർ സംസ്ഥാനത്തോ തമിഴ്നാടോ കർണാടകത്തോ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും ടാക്സിൽ. കാരണം ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ലിസ്റ്റപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ സ്റ്റേറ്റാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ടാക്സ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരോ അല്ലെങ്കിൽ ഗോവ തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പോയിട്ട് വരുന്നവർക്കോ അവിടെ ഈ ലിക്കറിൽ ചെറിയ പ്രൈസിൻ്റെ വേരിയേഷൻസ് കൊണ്ട് പലരും ഇത് വാങ്ങി വരാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒഫൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം എന്ന് പറയുന്നത് 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണത്. അത് നോൺ ബെയിലബിൾ ഒഫൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന ആൾക്കാർ ഒരു ബോട്ടിലാണെങ്കിൽ പോലും വാങ്ങി വരികയോ അല്ലെങ്കിൽ അത് പൊട്ടിക്കുകയോ ചെയ്തു വന്നു കഴിഞ്ഞാൽ, പൊട്ടിച്ച് കൊണ്ടുവരികയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ ക്വാണ്ടിറ്റി
കടത്തിക്കൊണ്ടുവരുന്ന ആളിനും ഒരു കുപ്പി കൊണ്ടുവരുന്ന ആളിനും പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് അവിടെ സെയിമാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തന്നെ ഇത് കടത്തിക്കൊണ്ടുവരുന്ന വാഹനം, എത്ര വില കൂടിയ വാഹനമാണെങ്കിൽ ചിലപ്പോൾ ഒരു കുപ്പി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വാഹനം ഉൾപ്പെടെ സീസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അത് കോൺഫിസ്കേറ്റ് ചെയ്ത് സർക്കാരിലേക്ക് കണ്ടുകിട്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അവർക്കത് വിട്ട് കിട്ടണമെങ്കിൽ അത് സർക്കാർ എത്രയാണോ വില നിശ്ചയിക്കുന്നത് അത് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു നിയമമാണ് പലപ്പോഴും വിദ്യാസമ്പന്നരായ വ്യക്തികൾക്കിടയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു. അതുപോലെ തന്നെ അറാക്ക് എന്ന് പറയുന്നത് നമ്മുടെ നിരോധിച്ചിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ അതായത് ഇപ്പോൾ ലീഗലി ബാൻ ചെയ്തിട്ടുള്ള ഒന്നാണെന്ന് പറയാം അറാക്ക് എന്ന് പറയുന്നത്. അറാക്കും അതിൻ്റെ സീരിയസ് ഒന്നും അറിയത്തില്ല. അത് വളരെ വളരെ വിദ്യാസമ്പന്നരായവരും അതോടൊപ്പം അത്രത്തോളം പരിജ്ഞാനമില്ലാത്തവരുമൊക്കെ അറാക്ക് ചാരായം എന്ന് പറയുന്നത് ഇങ്ങനെ മാറ്റി മുൻകാലത്തൊക്കെ ഉപയോഗിച്ച് അവരിങ്ങനെ എന്ത് ചെയ്യുന്നു, അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒരു 100 മില്ലി ആണെങ്കിലും 1 ലിറ്റർ ആണെങ്കിലും എത്രയാണെങ്കിലും അതിൻ്റെ സെക്ഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അവരെ എന്ത് ചെയ്യേണ്ടി വരുന്നു, അവർ സ്പോട്ടിൽ തന്നെ അവരെ എന്ത് ചെയ്യുന്നു, അവരെ പിടിക്കുകയും അതോടൊപ്പം തന്നെ അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ നോൺ ബെയിലബിൾ ഒഫൻസാണ്. അവരെല്ലാം അപ്പോൾ തന്നെ റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ചില വളരെ ലാഘവത്തോടുകൂടി കാണുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടുവരുന്ന മറ്റൊരു ശീലമാണ് ജനങ്ങൾക്ക് സ്വന്തം വീടിൽ അല്പം മുന്തിരിയും പഞ്ചസാരയും എല്ലാം ഇട്ട് വൈൻ ഉണ്ടാക്കുന്ന ഒരു രീതി. അത് പലർക്കും ഇത് നിയമപരമായി തെറ്റാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ കേരള അബ്കാരി ആക്ടിൽ അത് എങ്ങനെയാണ് പ്രസ്താവിച്ചിരിക്കുന്നത്? ഏത് അളവിൽ വരെ വൈൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വൈൻ ഉണ്ടാക്കാൻ തന്നെ നിയമപരമായി അനുവദിക്കുന്നുണ്ടോ? അതെങ്ങനെയാണ് വൈനുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമം? മാസ് വൈൻ ഉണ്ടാക്കാൻ അനുമതി കൊടുക്കുന്നു. മാസ് വൈൻ ഉണ്ടാക്കാൻ അനുമതി കൊടുക്കുന്നത് ഒരിക്കലും ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് അനുമതി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വേറൊരു സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുക്കുന്നില്ല. മാസ് വൈന് അനുമതി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ബിഷപ്പിന് മാത്രം അനുമതി എടുക്കാൻ പറ്റുന്നതാണ് മാസ് വൈൻ എന്ന് പറയുന്നത്. അതായത് അവരുടെ റിലീജിയസ് പർപ്പസിന് വേണ്ടി, അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് അവർക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി വൈൻ ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ടത് തന്നെ ഒരിക്കലും ഒരു വ്യക്തി ആയിരിക്കരുത്. അത് അവിടുത്തെ ബിഷപ്പിന് മാത്രമേ അതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ആ ബിഷപ്പിൻ്റെ പേരിൽ മാത്രമേ ലൈസൻസും കൊടുക്കത്തുള്ളൂ. അപ്രകാരം ഇവിടെയുള്ള പല സഭ നേതൃത്വത്തിന് ഇപ്രകാരം ലൈസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാസ് വൈൻ, അത് അപ്രകാരം ലൈസൻസ് എടുക്കുകയും ലിറ്ററിനിപ്പോൾ 3 രൂപ നിരക്കിൽ അവർ ഡ്യൂട്ടി പേ ചെയ്തിട്ട് അവർക്ക് മാസ് വൈൻ ഉൽപ്പാദിപ്പിക്കാനും അത് പുറത്ത് വിൽക്കാൻ പാടില്ല. അത് അവർക്ക് അവരുടെ സഭയിലെ ഈ ഹോളി കമ്മ്യൂണിയൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ വൈൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അപ്രകാരമുള്ള ലൈസൻസ് മാത്രമേ വൈനുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ രണ്ടാമത് വൈൻ റൂൾ പ്രകാരം നമ്മുടെ ഇവിടെ ഇപ്പോൾ ലൈസൻസ് കൊടുക്കുന്നത് പറയുന്നത് ഹോട്ടി വൈനിലെന്ന് നമുക്കിപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കിപ്പോൾ ഉണ്ടായ നിയമത്തിൽ ഹോട്ടി വൈൻ റൂൾ പ്രകാരം നമുക്ക് ഇവിടെയുള്ള ഈ ഫ്രൂട്ട്സ് പലതും ഇങ്ങനെ നശിച്ചു പോകുന്നതിന് പരമായിട്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഹോട്ടി വൈൻ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈസൻസ് എന്ന് പറയുന്നത് കേരളത്തിൽ ആൾറെഡി ഇപ്പോൾ ഒരു ലൈസൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്കുമായിട്ടാണ് ഹോട്ടി വൈൻ്റെ ലൈസൻസ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. മറ്റുള്ള പലതും അപേക്ഷകൾ വന്നിട്ടില്ല. ഹോട്ടി വൈൻ ലൈസൻസ് എടുക്കണമെങ്കിലും അത് വൈനറി ആ റൂൾ പ്രകാരം കൃത്യമായിട്ട് അതിൽ പറയുന്ന പ്രകാരമുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കണം, അത് പ്രകാരമുള്ള വെസൽസ് ഉണ്ടായിരിക്കണം, അത് പറയുന്ന പ്രകാരമുള്ള അവിടെ ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ PWD, പിന്നെ നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു കമ്മിറ്റി ഫോം ചെയ്ത് ഈ കമ്മിറ്റി തീരുമാനിച്ചാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, വൈൻ ഉണ്ടാക്കുന്നതിനുള്ള ലൈസൻസ് കൊടുക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തിക്കും വൈൻ ഉണ്ടാക്കാനുള്ള അധികാരമില്ല, വൈൻ ഉണ്ടാക്കാനുള്ള നിയമപരമായിട്ടൊരു റൈറ്റ് കൊടുത്തിട്ടില്ല. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഈ ക്രിസ്മസ് സീസണിലും അല്ലാതെയൊക്കെ പലരും വൈൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ വൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഇത് തന്നെയാണ് പ്രശ്നം. അബ്കാരി ആക്ട് പ്രകാരം അവർക്ക് കൊടുക്കാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് സെക്ഷൻ 8 അതിൻ്റെ ക്ലോസ് പറയുന്ന പ്രകാരമുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത്. ആ ശിക്ഷ എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും ഫൈനിൽ തീരുന്ന കാര്യമല്ല. അതെന്ന് പറയുന്നത് അതും ഇത് പ്രകാരമാണ്, നോൺ ബെയിലബിൾ ഒഫൻസാണ്. അവർക്ക് 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ അത് അറിയാതെ പലരും ഇത് ചെയ്തു പോകുന്നുണ്ട്. ചെയ്യുന്നവർക്ക് ഇപ്രകാരം അതിനനുസരിച്ചുള്ള പണിഷ്മെൻറ്റാണ് കിട്ടുന്നത്. അതുകൊണ്ട് വൈന് ഒരു ചെറിയ തോതിലോ വലിയ തോതിലോ ഉൽപ്പാദിപ്പിക്കുവാൻ ആർക്കും തന്നെ നിയമാനുസൃതം അവകാശമില്ല എന്നുള്ളതാണ്. വിമുക്തി മിഷൻ ആരംഭിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ പ്രശസ്തനായ ഒരു ക്രിക്കറ്റ് താരം അതിൻ്റെ അംബാസിഡർ ആവുകയും മികച്ച രീതിയിൽ തന്നെ കേരളത്തിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തുന്നതിനേക്കാൾ വളരെ മികച്ച രീതിയിൽ വിമുക്തി മിഷൻ കേരളത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വിമുക്തി മിഷനെ പോലെ മറ്റേതെല്ലാം പദ്ധതികളാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലുള്ളത്? അതുപോലെ തന്നെ വിമുക്തി മിഷൻ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ലക്ഷ്യം കാണുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് 2016 ഇത് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. ഈ 8 വർഷം കൊണ്ട് കേരളത്തിൽ ഏകദേശം 1.5 ലക്ഷം ആളുകൾക്ക്, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ 14 ഡി അഡിക്ഷൻ സെൻ്ററിലൂടെ എല്ലാ ജില്ലയിലും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സൗജന്യമായി ചികിത്സ കൊടുക്കുന്ന, കൗൺസിലിംഗ് കൊടുക്കുന്ന ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 14 ജില്ലകളിലെ ഡി അഡിക്ഷൻ സെൻ്ററുകളിലൂടെ ഏകദേശം ഈ 8 വർഷം കൊണ്ട് 1.5 ലക്ഷം പേർക്ക് കൗൺസിലിങ്ങും
നല്ല ചികിത്സയും കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിമുക്തി മിഷൻ പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് ഗവൺമെൻറ് കാണുന്നത്. ഇത് കൂടാതെ ധാരാളം സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഡോൺ ബോസ്കോ ഡ്രീം എന്ന് പറയുന്നൊരു സന്നദ്ധ സംഘടന ഈ മേഖലയിൽ വ്യാപകമായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. വിമുക്തി മിഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇസാഫ് ബാങ്കിങ് സ്ഥാപനം അവരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓറ എന്ന് പറയുന്നൊരു സംഘടന തൃശ്ശൂർ ജില്ലയിലുണ്ട്. അങ്ങനെ വ്യാപകമായിട്ട് സ്വകാര്യ മേഖലയിൽ ധാരാളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിയൂരിലെ നെസ്റ്റ് ഡയലിസിസ് സെൻറ്റർ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഇന്നത്തെ ഒരു ആധുനിക സമൂഹത്തിൽ നമ്മൾ വളരെയേറെ വിഷമമുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് കുട്ടികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം. പലപ്പോഴും അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലും ഹൈസ്കൂൾ ക്ലാസ്സുകളിലും എല്ലാം ഉള്ള കുട്ടികൾ ലഹരിക്ക് അടിമകളാകുന്ന അവസ്ഥ. കുട്ടികൾക്കിടയിൽ എങ്ങനെയാണ് ഇത്രയധികം വ്യാപകമായി ലഹരി ചെന്നെത്തുന്നത്? കോവിഡിന് ശേഷമാണ് പ്രവണത കേരളത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ 13 വയസ്സ് മുതൽ കേരളത്തിൽ ഇത്തരം സിന്തറ്റിക് ഡ്രഗിൻ്റെയും കഞ്ചാവ് പോലുള്ള MDMA പോലുള്ള മാരകമായ വൈറസുകളുടെ ഉപയോഗം കണ്ടുവരുന്നുണ്ട്. അത് ഈ കോവിഡിന് ശേഷം കണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ പ്രവണതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ LP UP തലങ്ങളിൽ തന്നെ കുട്ടികളെ ഇതിൽ നിന്ന് വിമുക്തരാക്കുന്നതിന് ബാല്യം അമൂല്യം എന്ന് പറയുന്ന ഒരു പദ്ധതി ഗവൺമെൻറ് ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. പ്രധാനമായിട്ടും ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി കുട്ടികളെ ബേസ് ചെയ്തുകൊണ്ട് മഞ്ചാടി ക്ലബ്ബുകൾ പോലുള്ള ക്ലബ്ബുകൾ രൂപീകരിച്ച് കഥകളിലൂടെ അവരുടെ സർഗവാസന വികസിപ്പിച്ച് അവരെ നല്ല ലക്ഷ്യങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളുമുള്ള കുട്ടികളായിട്ട് വളർത്തി ലഹരിയോട് നോ എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം ചെറുപ്പത്തിൽ തന്നെ അവരെ വളർത്തുന്ന ഒരു പുതിയ സംവിധാനമാണ് സർക്കാരിൻ്റെ ബാല്യം അമൂല്യം പദ്ധതി. കുട്ടികൾ ഇത്തരത്തിലുള്ള ലഹരി സംബന്ധമായ കേസുകളിൽ ഉൾപ്പെടുമ്പോഴോ ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ചിൽഡ്രൻസ് ആക്ട്, അങ്ങനെയൊക്കെ അത്തരം ആക്ടിന് കുട്ടികൾക്ക് പരിരക്ഷ നൽകുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട കുട്ടികളെ എങ്ങനെയാണ് നിയമം കൈകാര്യം ചെയ്യുന്നത്? പ്രധാനമായിട്ടും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളും വിദ്യാർത്ഥികളും മറ്റു യുവജനങ്ങളും ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്ന സമയത്ത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഈ കേസുകൾ എക്സൈസും പോലീസും കണ്ടുപിടിച്ചതിന് ശേഷം ജുവനൈൽ ജസ്റ്റിസ് കോടതികളിൽ ഹാജരാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കേസിൻ്റെ തീവ്രത അനുസരിച്ച് ഉദാഹരണത്തിന് വെയിലബിളായിട്ടുള്ള ചെറിയ കുറ്റകൃത്യങ്ങളാണെങ്കിൽ അവരുടെ രക്ഷിതാക്കളെയോ അധ്യാപകരെയോ വിളിച്ച് ഒരു കൗൺസിലിംഗ് കൊടുത്ത് കൂടെ വിടുന്നൊരു സംവിധാനം നിലവിലിപ്പോൾ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ വലിയ കുറ്റകൃത്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നോൺ വെയിലബിളായിട്ടുള്ള വലിയ അളവിലുള്ള മയക്കുമരുന്ന് കേസുകളിൽ പെടുന്ന കുട്ടികളെ ഇത്തരം കോടതികളിൽ ഹാജരാക്കി തുടർന്ന് 2 മാസം 6 മാസം 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒബ്സർവേഷൻ ഹോമുകളിലേക്ക് അവരെ മാറ്റി കൗൺസിലിംഗ് കൊടുത്ത് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോഴത്തെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ചിൽഡ്രൻസ് ആക്ട് പ്രകാരം നടപ്പിലാക്കുന്നത്. ലഹരി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കൗതുകത്തിലാണ് പലരും ഉപയോഗിച്ചു തുടങ്ങുന്നത്. എന്താണെന്ന് അറിയാനുള്ള ഒരു തരം ആകാംക്ഷ, ആ ആകാംക്ഷയിൽ ഉപയോഗിച്ച് തുടങ്ങി പിന്നീട് അതില്ലാതെ ജീവിതം മുന്നോട്ട് പോകില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. എത്രമാത്രം ഈ ആധുനിക രീതിയിലുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യ ശരീരത്തെ ബാധിക്കുന്നു? അത് പ്രധാനമായിട്ടും ലഹരി ഏതായിക്കോട്ടെ, നമ്മുടെ ഈ നിയമത്തിൽ തന്നെ 300-ലധികം ലഹരി വസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മദ്യവും ഒരു ലഹരിയാണ്. അപ്പോൾ ഏതൊരു ലഹരി വസ്തു ആണെങ്കിലും അത് കഞ്ചാവായാലും ഹാൻസ് ആയാലും മാൻമസാല ആയാലും MDMA ആയാലും അത് ബാധിക്കുന്നത് പ്രധാനമായിട്ടും തലച്ചോറിനെയാണ്. അവിടെയാണ് ഇത് തെറ്റായി പ്രവർത്തിച്ച് ഒരു വ്യക്തിയുടെ ചിന്താരീതിയിൽ മാറ്റങ്ങൾ വരുത്തി അത് സമൂഹത്തിൽ NSS പോലെയുള്ള മറ്റ് സംഘടനകളും എല്ലാം ബോധവൽക്കരണ പ്രവർത്തനം നടത്തുന്നുണ്ട്. എന്നിട്ടും ലഹരി ഉപയോഗം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരി മൂലമുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ബോധവൽക്കരണം എവിടെയെങ്കിലും പാളുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ബോധവൽക്കരണം എത്തിച്ചേരുന്നുണ്ടോ? ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം വളരെ ശക്തമായ രീതിയിൽ എക്സൈസ് വകുപ്പ് ചെയ്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇപ്രകാരമുള്ള ബോധവൽക്കരണം ലഭിക്കുന്നുണ്ട്. പക്ഷെ പൊതുവേ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത് സമൂഹത്തിലെ എല്ലാ മേഖലയിലും ഒരുപോലെ ഇപ്രകാരമുള്ള പ്രവൃത്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് ഈക്വലായിട്ട് ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് ഓരോരുത്തരുടെ ലൈഫിൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായി വരുന്നതുകൊണ്ടാണ് എന്ന് പറയാം. കാരണം വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായി വരുന്നത് വഴി അവരിപ്പോൾ ഏറ്റവും അധികമായിട്ടെന്ന് പറഞ്ഞാൽ മറ്റു പല ഇപ്പോൾ നമുക്കിപ്പോൾ നോക്കുമ്പോൾ കുടുംബ പശ്ചാത്തലമാണെങ്കിലും
മറ്റ് പല ബന്ധങ്ങളിലും പല വിള്ളലുകളുണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മറ്റ് പല സാഹചര്യങ്ങൾ കൊണ്ട് ലഹരിയുടെ ഉപയോഗത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ മുൻകാലഘട്ടങ്ങളെന്ന് പറയുന്ന ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. സൊസൈറ്റിയിലൊരു യുവജനതയുടെ പേരാണെങ്കിലും ഒരു ഇപ്പോൾ പാരൻസിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും മറ്റു പലർക്കും ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ആ നിയന്ത്രണം ഒരു പരിധിവരെ ഇന്ന് കുറവുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിയന്ത്രണങ്ങൾ കുറയുന്നത് വഴി അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നു. അപ്പോൾ അപ്രകാരം ഒരു യഥാർത്ഥമായി തിരിച്ചറിഞ്ഞൊരു വ്യക്തമായി ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കാത്തവർ പലപ്പോഴും ഇപ്രകാരമുള്ള പലവിധമായ കാര്യങ്ങളിലേക്ക് അകപ്പെട്ടു പോകുന്നതായിട്ടാണ് തോന്നുന്നത്. എല്ലാ മേഖലകളിലുമുള്ള ഇപ്രകാരമുള്ള മുൻനിശ്ചിത ഭാഗമായുള്ള മോശവശങ്ങൾ കാണുന്നത് പോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള പലവിധമായ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെയും മൂല കാരണമായി എന്ത് തീരുന്നുണ്ട്, ലഹരി വസ്തുക്കളുടെ ഉപയോഗവും തീരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സമൂഹത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു വശത്ത് വളരെയധികം നല്ല രീതിയിൽ ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണ പ്രവൃത്തികൾ ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. ഓരോ കോളേജുകളിലും സ്കൂളുകളിലും മുൻകാലങ്ങളിലൊന്നും സ്കൂളുകളിലൊന്നും ഇത്രയധികം ഒരു പ്രൈമറി ലെവലിലൊന്നും ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അവർ ലഹരി ഉപയോഗിക്കാത്തൊരവസ്ഥയിൽ അവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ അവരുടെ കുടുംബ പശ്ചാത്തലമോ അവരുടെ സൊസൈറ്റിയോ സാധിച്ചിരുന്നു. പക്ഷേ ഇന്ന് അതിന് സാധിക്കുന്നില്ല. അത് സാധിക്കാത്ത അവസ്ഥയിൽ വരുന്ന വഴി എന്ത് ചെയ്യുന്നു, അവർക്കൊരു ബോധവൽക്കരണം കൊടുക്കുന്നു. അതായത് ലഹരിയുടെ ദോഷവശങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ വേണ്ടി അവർക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കൊടുക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം തന്നെ അവരെന്ത് ചെയ്യേണ്ടത് ആവശ്യമാണ്. അവർ പഠിച്ച അറിവിൽ നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, നല്ലതും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ലഹരിയുടെ ഉപയോഗം കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല എന്നും ലഹരി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഭാവി ജീവിതത്തെ ബാധിക്കുമെന്നും അതുകൊണ്ട് എന്തൊക്കെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വ്യക്തമായി അവരെ പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അവർ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ലഹരി ഉപയോഗിക്കുന്നു. അതായത് അവർ അറിവില്ലായ്മ കൊണ്ടല്ല ഇന്ന് പലരും ലഹരി ഉപയോഗിക്കുന്നത്, അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. അറിഞ്ഞുകൊണ്ട് മറ്റ് പല തിന്മകളും ചെയ്യുന്നത് പോലെ ലഹരിയുടെ, പക്ഷേ ലഹരിയുടെ ബോധവൽക്കരണ പ്രവൃത്തികളെന്ന് പറയുന്നത് പലരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വളരെയധികം വ്യക്തികളെ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ബോധവൽക്കരണ പ്രവൃത്തികൾ സഹായകമായി തീരുന്നുണ്ട്. പക്ഷേ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നത് അത് ലഹരിയുടെ ഉപയോഗം മാത്രമായിട്ടല്ല, മറ്റ് പല പ്രവൃത്തികളെയും കൂടെ ലഹരിയുടെ ഉപയോഗത്തിന് വർധനവ് വരുന്നു എന്നുള്ളതാണ്. പിന്നെ സാർ, അതുപോലെ തന്നെ ലഹരി ഉപയോഗം വളരെ സാധാരണവൽക്കരിക്കുന്ന പോലെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഈ അടുത്തിടെ കാണുന്നതാണ്, കുടുംബത്തോടെ എല്ലാവരും കൂടി ചെല്ലുക, അല്ലെങ്കിൽ ഒരു കുടുംബം മൊത്തം ചെന്ന് അത്തരത്തിലുള്ള കണ്ടന്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുക. ഇത്തരത്തിൽ ഇതിനെ ഒരു സാധാരണവൽക്കരിക്കുകയും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിലുള്ള കണ്ടന്റുകളെല്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതായത് നിയമപരമായി തെറ്റാണ്, അബ്കാരി ആക്ട് പ്രകാരം അത് കുറ്റകൃത്യമാണ്, അവരെ നിയന്ത്രിക്കുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്, അവർക്ക് പണിഷ്മെന്റ് മേടിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇപ്രകാരം ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് മുമ്പ് ഇത് സമൂഹത്തിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് ലഹരിയുടെ ഉപയോഗം കണ്ടിരുന്നില്ല. ഇന്ന് പലപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ പാരൻസും കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇപ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമായി വന്നതുപോലെയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത് പല സ്ഥലങ്ങളിൽ. ഇപ്പോൾ നമുക്ക് തന്നെ ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേക ഫംഗ്ഷൻ, പലവിധ ഫംഗ്ഷൻസ് വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരിപ്പോൾ മദ്യം വിളമ്പാനുള്ള പെർമിഷൻ എടുക്കുന്നുണ്ട്. മുൻകാലഘട്ടങ്ങളിൽ അപ്രകാരം ചെയ്യുമായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നമ്മുടെ റിലീജിയസ് സെറമണീസിന് പോലെ എന്ത് ചെയ്യുന്നു, അതൊരു അഭിവാജ്യ ഘടകമായി മാറുകയാണ്. മുൻകാലഘട്ടത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് ഒരു പരിധിവരെ ഒരു എപ്രകാരമായിരുന്നു, ഒരു മറയ്ക്കുള്ളിലായിരുന്നു എങ്കിൽ ഇന്നത് മറന്നേക്ക് പുറത്തു വന്നിരിക്കുക. ഇന്ന് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് അത് ചെയ്യാനും അത് ഇന്നൊരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമാണ് നമുക്ക് ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, എല്ലാവർക്കും കൂടെ ഈ പ്രകാരമുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന നിലവാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് സമൂഹത്തിൻ്റെ ഔന്നത്യമാണോ മോശമാണോ എന്ന് അവരവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ തീരുമാനങ്ങൾ ഓരോരുത്തരും അവരുടെ തീരുമാനമാണ്. അപ്പോൾ നമുക്ക് നല്ലത് എന്ന് തോന്നുന്നത് ഓരോരുത്തരും ചെയ്യുന്നു എന്ന് പറയുന്നത്. ഒരു ഗ്രാമത്തിൽ മത്സ്യവും മാംസവും കഴിക്കാത്ത ആളുകളാണ് ജീവിക്കുന്നതെങ്കിൽ ആ ഗ്രാമത്തിൽ മത്സ്യവും മാംസവും വിൽക്കുന്ന കടകളുണ്ടാവില്ല. ആരെങ്കിലും ഒരു കട തുടങ്ങിയാൽ സാധനം വാങ്ങാൻ ആളില്ലാതെ ആ കട സ്വയം നഷ്ടത്തിലായി കൂട്ടിപ്പോകും. അതുപോലെ നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ വിദ്യാലയത്തിൽ, നമ്മുടെ വീട്ടിൽ ലഹരി ഉപയോഗിക്കാത്ത ആളുകളാണ് സമൂഹത്തിൽ, ഗ്രാമത്തിൽ, പഞ്ചായത്തിൽ ജീവിക്കുന്നതെങ്കിൽ ആ ഗ്രാമത്തിലും സമൂഹത്തിലും പഞ്ചായത്തിലും ലഹരി വിൽക്കുന്ന കടകളോ സ്ഥാപനങ്ങളോ ആളുകളോ ഉണ്ടാവില്ല. അങ്ങനെ ലഹരി ഇല്ലാത്തൊരു സമൂഹമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്നൊരാശയം ഈ തത്വത്തെ പിന്തുടർന്നുകൊണ്ടാണ് ഗവൺമെൻറ് നടപ്പാക്കുന്നത്. ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ ലഹരി എന്നതിനെ നാം അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നീരാളി പിടുത്തത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തെ വീണ്ടെടുക്കേണ്ടതുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ വ്യക്തികളുടെ ഉപയോഗമാണ് ഇതിനെ ഇന്നും നിലനിർത്തുന്ന ഒന്ന്.
സമൂഹത്തിന് നൽകാവുന്ന ഒരു സന്ദേശം എന്താണ്, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഒരു പുതിയ സമൂഹത്തെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിഭാവനം ചെയ്തത്? ഇന്നത്തെ യൂത്തിന്, പുതിയൊരു തലമുറയ്ക്ക് എന്ത് മെസ്സേജാണ് സാർ നൽകാനുള്ളത്? APJ അബ്ദുൽ കലാം ഇന്ത്യൻ യൂത്തിന് നൽകിയ സന്ദേശമാണ് ഈ അവസരത്തിൽ എനിക്ക് വിദ്യാർത്ഥികൾക്കും യൂത്തിനുമായിട്ട് വിമുക്തി മിഷൻ മാനേജർ തൃശ്ശൂർ എന്ന നിലയിൽ നൽകാനുള്ളത്. അദ്ദേഹം വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാറുള്ളത്, ഒരു ലക്ഷ്യമില്ലാത്ത, സ്വപ്നമില്ലാത്ത, മോഹമില്ലാത്ത വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് ലഹരിയിലേക്കും ഇത്തരം നെഗറ്റീവ് കാഴ്ചപ്പാടിലേക്ക് പോവുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വലിയ ചിന്തകളും വലിയ മോഹങ്ങളും വലിയ സ്വപ്നങ്ങളുമായിട്ട് ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി, ഒരു യുവാവ് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ദുശ്ചിന്തകളോ ദുശീലങ്ങളോ അയാളുടെ ജീവിതത്തിലേക്ക് വരില്ല. അതുകൊണ്ട് വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും മോഹങ്ങളുമായിട്ട് എല്ലാവരും പഠിക്കുക. അദ്ദേഹത്തിൻ്റെ സന്ദേശം തന്നെ ഇതാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം നൽകിയ സന്ദേശം ഇതാണ്. 5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ APJ അബ്ദുൽ കലാം തൻ്റെ ജീവിതത്തിൽ കാണുകയും സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്ത് അവർക്ക് നൽകിയ സന്ദേശം ഇതാണ്: ലോ എയിം ഈസ് എ ക്രൈം. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വയ്ക്കുന്ന ചെറിയ മോഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും മഹാ കുറ്റകരമാണ്. വലിയ ലക്ഷ്യങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ വിവരങ്ങൾ മുന്നേറുകയാണെങ്കിൽ ഇന്ത്യക്ക് അമേരിക്കയെ പോലെ ഒരു വികസിത രാഷ്ട്രമായി മാറാൻ കഴിയുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ഒരു സന്ദേശമാവട്ടെ ഈ ദിവസത്തിൽ നിങ്ങൾക്കായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ലഹരി എന്ന മഹാവിപത്ത് തുടച്ചു നീക്കേണ്ട ഒന്ന് തന്നെയാണ്. അതിന് നാം ഓരോ വ്യക്തികളും പോരാളികളായി മാറേണ്ടതുണ്ട്. ഇന്ന് ഈ പോഡ്കാസ്റ്റിന് തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിൻ്റെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ശ്രീ സതീഷ് PK സാർ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആൻഡ് വിമുക്തി മാനേജർ, അതുപോലെ തന്നെ ശ്രീ ബിനു കുമാർ സാർ, സർക്കിൾ ഇൻസ്പെക്ടർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിവിഷണൽ മാനേജർ ഓഫ് തൃശ്ശൂർ, രണ്ടുപേർക്കും കോളേജിൻ്റെയും ലീഗൽ സർവീസസ് ക്ലിനിക് ആൻഡ് ADL സെൻ്ററിൻ്റെയും വ്യക്തിപരമായ പേരിൽ നന്ദി അറിയിക്കുന്നു.